അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എപ്പോഴും നബിദിനാഘോഷത്തെ എതിർക്കുന്ന ആളുകൾ ചോദിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? അതല്ലെങ്കിൽ സ്വഹാബത്ത് നബിദിനം ആഘോഷിച്ചിട്ടുണ്ടോ? നബിയുടെ ജന്മദിനത്തിന്റെ അന്ന് റസൂലുള്ള ഒരു കാരക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിരിയാണി കൊടുക്കാമായിരുന്നു. ഇത്തരത്തിലൊക്കെ ഒരുപാട് ഡയലോഗുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത്തരക്കാരോട് നമുക്ക് ഒറ്റ ചോദ്യമേ ചോദിക്കാനുള്ളൂ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇപ്പോൾ ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബിയുടെ പേര്, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു എന്ന് പറയുന്നു. ഏത് സ്വഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ റളിയല്ലാഹു എന്ന് പറയുന്നു? ഒരൊറ്റ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ 23 വർഷത്തെ ജീവിതത്തിനിടയിൽ എപ്പോഴെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേര് വിളിച്ചപ്പോൾ റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതുപോട്ടെ, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം സ്വഹാബത്ത് എത്ര കാലം ഇവിടെ ജീവിച്ചു? ഒരു സ്വഹാബി മറ്റേ സ്വഹാബിക്ക് റളിയല്ലാഹു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന ഖുർആൻ ആയത്തുണ്ടല്ലോ. ഈ ആയത്ത് ഇറങ്ങിയത് ആർക്കാണ്? റസൂലുള്ളാഹിക്കല്ലേ. എന്നിട്ട് റസൂലുള്ള ചെയ്തോ? ഇതൊരു പുണ്യമായ കാര്യമായിരുന്നുവെങ്കിൽ, ഇതിന് കൂലി കിട്ടുന്ന കാര്യമായിരുന്നുവെങ്കിൽ റസൂലുള്ള അല്ല ചെയ്യേണ്ടത്? നരകത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യവും റസൂലുള്ള പഠിപ്പിച്ചില്ലേ? സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യവും റസൂലുള്ള പഠിപ്പിച്ചില്ലേ? നരകത്തെ തൊട്ട് അകന്നു നിൽക്കാനുള്ള എല്ലാ കാര്യവും റസൂലുള്ള പഠിപ്പിച്ചു. സ്വർഗത്തിലേക്ക് എത്താനുള്ള എല്ലാ കാര്യവും റസൂലുള്ള പഠിപ്പിച്ചു. അപ്പോൾ എന്തേ റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന് റസൂലുള്ള പഠിപ്പിക്കാതെ പോയത്? ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ ആയത്തെ അടിസ്ഥാനത്തിൽ എല്ലാവരും റളിയല്ലാഹു അൻഹു എന്ന് പറയണം എന്തുകൊണ്ട് റസൂലുള്ള പറഞ്ഞില്ല? സ്വഹാബത്ത് എന്തുകൊണ്ട് അത് മാതൃക സ്വീകരിച്ചിട്ടില്ല? അപ്പൊ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ സ്വഹാബത്തോ ചെയ്യാത്ത കാര്യമാണ് ഇന്ന് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഈ ബിദ്അത്താണെങ്കിൽ ഏറ്റവും വലിയ ബിദ്അത്ത് ഇന്ന് മുസ്ലിമീങ്ങൾക്കിടയിൽ വ്യാപകമായുള്ള ഒരു ബിദ്അത്ത് റളിയല്ലാഹു അൻഹു എന്ന് സ്വഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ പറയലാണ്. അപ്പോൾ നിങ്ങളുടെ ചോദ്യം വളരെ ബാലിശമാണ്. വിശുദ്ധമായ ഖുർആനിന്റെയോ തിരു ഹദീസിന്റെയോ പ്രമാണങ്ങൾ ബന്ധമായിക്കൊണ്ട്, പ്രമാണങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഒരു കാര്യം പുതുതായ രൂപത്തിൽ കൊണ്ടുവന്നാൽ അത് നരകത്തിൽ പോകുന്ന കാര്യമല്ല, മറിച്ച് അതൊരു പുണ്യകർമ്മമാണ്, അതൊരു സൽക്കർമ്മമായി മാറും എന്നതാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്.